എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം മറ്റന്നാളാണ് നടക്കാൻ പോകുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിലായി ക്ഷേമ പെൻഷനും എത്തും. സംസ്ഥാനത്ത് 2 അംഗങ്ങളായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് 4000 രൂപ അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച പെൻഷനാണ് എങ്കിൽ അതിൽ കൂടുതൽ രൂപയാണ് ലഭിക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. ആദ്യഘട്ടത്തിൽ കേന്ദ്ര സഹായമായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണമാണ് നടക്കാൻ പോകുന്നത്. ഇതിന്റെ ദിവസവും തീയതിയും പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത ദിവസങ്ങളിലായി ക്ഷേമ പെൻഷൻ വിതരണവും രണ്ടും ലഭിക്കുന്ന ആളുകൾക്ക് ഈ ആഴ്ചയിൽ ലഭിക്കാൻ പോകുന്നത് വലിയ സഹായമാണ്. ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം 2026 ജൂൺ 20 ശനിയാഴ്ച ഉച്ചക്ക് 2:45 കൂടിയിട്ടാണ് വിതരണ നടപടികൾ ഉണ്ടാവുക. പശ്ചിമ ബംഗാളിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിവ് പോലെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയുള്ള ചടങ്ങ് നടക്കുമ്പോൾ തന്നെ എല്ലാവരുടെ അക്കൗണ്ടിലേക്കും DBT ട്രാൻസ്ഫർ വഴി 2000 രൂപ വീതം ക്രെഡിറ്റ് ആയി തുടങ്ങും. 48 മണിക്കൂറിനുള്ളിൽ 95% ആളുകൾക്കും തുക എത്തിച്ചേരുന്നതാണ്. കഴിഞ്ഞ തവണയൊക്കെ പല ആളുകൾക്കും തുക മുടങ്ങിയിരുന്നു. ഒരു കാരണവുമില്ലാതെ തുക മുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആ തുക കൂടി ചേർത്ത് ലഭിക്കുമോ എന്നുള്ളതും നമുക്ക് കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ ഇതിനുള്ള സാധ്യതയുണ്ട്. മുമ്പൊക്കെ അങ്ങനെ ലഭിച്ചിരുന്നു. എന്തായാലും അക്കൗണ്ടുകളിലേക്ക് നോക്കുമ്പോൾ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകൾക്ക് പോലും തുക മുടങ്ങിയിരുന്നു മുമ്പ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന തുകയും ചില ആളുകൾക്ക് അങ്ങനെ മുടങ്ങാനുള്ള സാധ്യതയും ഉണ്ട്. ഇരട്ട PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം സംശയിക്കുന്ന ആളുകളെ ഈ പദ്ധതിയിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യും എന്ന് PM കിസാൻ വെബ്സൈറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. സംശയാസ്പദമായിട്ടുള്ള അക്കൗണ്ടുകളായിട്ട് തോന്നിയ അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം നടക്കില്ല. അതായത് നമ്മുടെ അക്കൗണ്ടിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല, KYC ചെയ്തിട്ടുണ്ട്, ലാൻഡ് വെരിഫിക്കേഷനും ആധാർ സീഡിങ്ങും എല്ലാം നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും തുക വിതരണം തടസ്സപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട്. മുമ്പ് മാസങ്ങളിൽ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് കഴിഞ്ഞ 2 തവണ വിതരണം ചെയ്തപ്പോഴായിട്ടും അങ്ങനെ പല ആളുകൾക്കും തടഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴാണോ PM കിസാൻ സമ്മാൻ നിധി അർഹരാണ് എന്ന് അധികൃതർക്ക് ബോധ്യപ്പെടുകയാണ് എങ്കിൽ ആ ഒരു തുക പിന്നീട് റിലീസ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് വിവരം. ഈ വിതരണം കഴിയുന്നതോടു കൂടി തന്നെ അടുത്ത സഹായവും നമ്മുടെ സംസ്ഥാനത്തുള്ള 62 ലക്ഷത്തോളം ആളുകൾക്ക് വരികയാണ്. VD സതീശൻ സർക്കാരിന്റെ 2ാമത്തെ പെൻഷൻ വിതരണമാണ് നടക്കാൻ പോകുന്നത്. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം 25 കൂടി ഉണ്ടാകും. 23 സംസ്ഥാനത്ത് കടമെടുപ്പുണ്ടാകും. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ കടപ്പത്രത്തിലൂടെ തുക എടുക്കുകയും അതിനുശേഷം തുക വിതരണം നടക്കുകയും ചെയ്യും. നാളെയാണ് ബജറ്റ് നടക്കാൻ പോകുന്നത്. ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. പെൻഷൻ വിതരണം 25 കൂടിയിട്ട് ആരംഭിക്കുകയും തൊട്ടടുത്ത ദിവസങ്ങളിലായി ബാങ്ക് അക്കൗണ്ടുകൾക്ക് ശേഷം കയ്യിലും വിതരണം ആരംഭിക്കും. ജൂലൈ 5 കൂടി കയ്യിൽ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക. അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ 2 തുകയും എത്താൻ പോവുകയാണ് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരമാണ് പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.